ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ആനിമൽസിൽ 2 തരം സൈക്കിൾ ഉണ്ടെന്നും പ്രൈമേറ്റ്സിൽ വരുന്ന സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നും നോൺ പ്രൈമേറ്റ്സിൽ ഇതേപോലെ ഒരു ഈസ്ട്രസ് സൈക്കിൾ ഉണ്ടെന്നും പരിചയപ്പെട്ടിരുന്നു. അപ്പം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ മങ്കീസ്, ഹ്യൂമൻ ബീങ്സ്, ഏപ്സ് ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈമേറ്റ് വിഭാഗത്തിൽ പെടുത്തുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് അറ്റ് എൻ ഇൻ്റർവൽ ഓഫ് 28 or 29 days. ആദ്യത്തെ മെൻസ്ട്രൽ സൈക്കിൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നത് പ്യൂബർട്ടിയിലാണ്. എന്നാൽ ഒരു 50 years ഓഫ് ഏജ് ആവുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ നിലയ്ക്കുകയും ചെയ്യും. മെൻസ്ട്രൽ സൈക്കിൾ ഈസ് therefore an indicator of normal reproductive phase. പ്യൂബർട്ടി മുതൽ 50 വയസ്സിന് ഇടയിൽ ഉള്ള ആ കാലഘട്ടമാണ് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് കാലഘട്ടം എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് വേരിയസ് ഹോർമോൺസ്. Do you know that menarche is the first menstruation that starts at puberty? ഒരു പെൺകുട്ടിയിൽ പ്യൂബർട്ടി സമയത്ത് ആദ്യമായി മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അതിന് പറയുന്ന പേരാണ് മെനാർക്കി. എന്നാൽ മെൻസ്ട്രേഷൻ സീസ് ചെയ്യുന്നത് ഒരു 50 years ഓഫ് ഏജ് ആകുമ്പോഴാണ്. ആ ഒരു ഫേസിന് പറയുന്നത് മെനോപോസ്. നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസസ് ഏതെല്ലാം എന്ന് പരിചയപ്പെടാം. മെൻസ്ട്രൽ സൈക്കിളിൽ 4 ഫേസസ് ഉണ്ട്. 1 is the menstrual phase. The second one is follicular phase or proliferatory phase. Third is the ovulatory phase. And fourth is the luteal phase or secretory phase. നമുക്ക് ഓരോന്നായി നോക്കാം. Menstrual phase lasts for 3 to 5 days. It results in the breakdown of endometrial lining of the uterus and the blood vessels. നമുക്കറിയാം യൂട്ടറസിൻ്റെ ഏറ്റവും അകത്തെ ലൈനിങ് ആണ് എൻഡോമെട്രിയം. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. ഈ എൻഡോമെട്രിയൽ ലെയർ നിരവധി ബ്ലഡ് വെസൽസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വാസ്ക്യുലർ എന്ന് പറയും. വാസ്ക്യുലറുമാണ് ഗ്ലാൻഡുലറുമാണ്. ഈ എൻഡോമെട്രിയൽ ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും ധാരാളം ബ്ലഡ് ലിക്വിഡ് രൂപത്തിൽ ഊസ് ഔട്ട് ചെയ്യും ഔട്ട് ഓഫ് ദ വെജൈന. മെൻസ്ട്രേഷൻ occurs only if the released ovum is not fertilized. നമുക്കറിയാം എല്ലാ മാസവും ഓരോ ഓവറിയിൽ നിന്നും ഒരു ഓവം റിലീസ് ചെയ്യപ്പെടും. ഈ ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിൽ അപ്പോഴാണ് മെൻസ്ട്രേഷനിലേക്ക് ശരീരം പോകുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ ക്യാൻ ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് പ്രഗ്നൻസി. എന്നാൽ ഈസ് ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ ഓൾവേസ് ഡ്യൂ ടു പ്രഗ്നൻസി? അല്ല. ചില സമയത്ത് സ്ട്രെസ്, പുവർ ഹെൽത്ത് എല്ലാം ഒരു കാരണമാവും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളിന്. ദ സെക്കൻഡ് ഫേസ് ഇത് ദ ഫോളിക്കുലർ ഫേസ്. നമുക്കറിയാം ബോഡിയിൽ ഓവറിയിൽ ചില ഫേസസ് കടന്നു പോകുമ്പോൾ അതേ ടൈം സൈമിൾട്ടേനിയസ്ലി യൂട്ടറസിലും ചില ഫേസസ് നടക്കാറുണ്ട്. ഇപ്പോൾ ഓവറിയിൽ നടക്കുന്ന ഫേസ് ഫോളിക്കുലർ ഫേസ് ആണെങ്കിൽ അതേസമയം യൂട്ടറസിൽ നടക്കുന്ന ഫേസാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസ് ഗ്രോ ചെയ്ത് ഫുള്ളി മെച്യൂർഡ് ഗ്രാഫിയൻ ഫോളിക്കിളായി മാറും. നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും പ്രൈമറി ഫോളിക്കിൾ വലുതായി വലുതായി ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നത്. അതേസമയം യൂട്ടറസ് പ്രോളിഫറേറ്റ് ചെയ്ത് വണ്ണം വയ്ക്കുകയും ചെയ്യും. ഇനി ഇതിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഗൊനാഡോട്രോപ്പിൻസ്. നമുക്കറിയാം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് LH ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റിൽ
പ്രൈമറി ഫോളിക്കിൾ വലുതായി ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. ഈ ഗ്രോ ചെയ്ത ഫോളിക്കിൾസ് ധാരാളം ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഈസ്ട്രോജൻ ഇൻ ടേൺ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലെയറിനെ പ്രോളിഫറേറ്റ് ചെയ്യും. The next phase is ovulatory phase. നമുക്കറിയാം മെൻസ്ട്രൽ ഫേസ് 3 to 5 days ആണ് നീണ്ടു നിൽക്കുന്നെങ്കിൽ 6 to 13 day വരെ നീണ്ടു നിൽക്കുന്ന ഫേസ് ആണ് ഫോളിക്കുലർ ഫേസ് ഓർ പ്രോളിഫറേറ്ററി ഫേസ്. 14th day എന്ന് പറയുന്നതാണ് ദ ഓവുലേഷൻ ഡേ. അത് കറക്റ്റായിട്ട് 28 days സൈക്കിളിൽ മെൻസ്ട്രേഷൻ നടക്കുന്ന ആൾക്കാരിൽ മാത്രം 14 day ഓവുലേഷൻ നടക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരിൽ ഈ പറഞ്ഞ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിരിക്കും. ചിലപ്പോൾ 25 days റിപ്പീറ്റ് ചെയ്യാം, 26 റിപ്പീറ്റ് ചെയ്യാം, 28 റിപ്പീറ്റ് ചെയ്യാം, 29 or 30 റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിസ്ഥാനത്ത് ഓവുലേഷൻ ഡേ മാറിയും തിരിഞ്ഞും വരും. Otherwise, it occurs during the middle of the menstrual cycle, that is the 14th day. ആ സമയം ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം പുറത്തേക്ക് വരും. അപ്പം ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാനുള്ള സിഗ്നൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന LH and FSH ആ സമയമാകുമ്പോൾ ഒരു പീക്ക് ലെവലിലേക്ക് എത്തും. എസ്പെഷ്യലി LH ഒരു അപ്സേർജ് കാണിക്കും. ഇതാണ് ഒരു സിഗ്നൽ. LH ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം പുറത്തേക്ക് വരും. ദ റിലീസ് ഓഫ് ഓവം ഫ്രം ദ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ് ഓവ്യുലേഷൻ. ഇനി റിലീസ് ചെയ്ത ഓവം ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ദാറ്റ് ഇറ്റ് വിൽ ബി ഫെർട്ടിലൈസ്ഡ് വിത്ത് എ സ്പെർം. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റെമനൻസ് അല്ലെങ്കിൽ അവശിഷ്ടം ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡായി മാറും, വിച്ച് ഇസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. പ്രഗ്നൻസി എൻസ്യൂ ചെയ്യും എന്ന പ്രതീക്ഷയിൽ കോർപ്പസ് ലൂട്ടിയം ധാരാളം പ്രൊജസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. പ്രൊജസ്റ്ററോൺ ഈസ് അതർവൈസ് കോൾഡ് ദ പ്രഗ്നൻസി ഹോർമോൺ. എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത്? In order to maintain the endometrium of the uterus. Because pregnant ആകുകയാണെങ്കിൽ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബേബിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഘനം എൻഡോമെട്രിയൽ ലെയറിന് ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി ധാരാളം പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർപ്പസ് ലൂട്ടിയം. Endometrium is necessary for the implantation of the fertilized ovum. In case ഓവം ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ഓവം വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്ന ഈ എൻഡോമെട്രിയൽ ലെയറിലാണ്. അപ്പോൾ ഈ ഫേസ് ഓവറിയിൽ നടക്കുമ്പോൾ അതിനെ നമ്മൾ ലൂറ്റിയൽ ഫേസ് എന്ന് പറയും. എന്നാൽ സൈമൾട്ടേനിയസ്ലി യൂട്ടറസിൽ ആ ഫേസിനെ സെക്രീറ്ററി ഫേസ് എന്നും പറയും. നമുക്കിനി ഹോർമോണൽ ആക്ഷൻ ഒന്ന് നോക്കാം മെൻസ്ട്രൽ സൈക്കിളിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫീമെയിൽ ബോഡിയിൽ ഓവറിയിൽ ചില ഈവൻറ്റ്സ് നടക്കുമ്പോൾ സൈമൾട്ടേനിയസ്ലി യൂട്ടറസിലും ചില ഈവൻറ്റ്സുകൾ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് യൂട്ടറസിൽ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസസ് നടന്ന് കഴിയുമ്പോൾ നടക്കുന്ന അടുത്ത ഫേസാണ് പ്രോളിഫറേറ്റീവ് ഫേസ്. ആ സമയം ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിളായി മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 14th day ആകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തു ഓവം പുറത്തേക്ക് വന്നു. ദെൻ റെമനൻസ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായി മാറുമ്പോൾ ആ ടൈമിൽ യൂട്രസിൽ സെക്രീറ്ററി ഫേസ് തുടങ്ങും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന നിരവധി ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണൽ ആക്ഷൻ എക്സാം പോയിന്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓവറിയൻ ഹോർമോണായ ഈസ്ട്രോജൻ ഓവുലേഷൻ സമയം എത്തുമ്പോഴത്തേക്കും ഒരു പീക്കിലെത്തും. എന്നാൽ പ്രൊജസ്ട്രോൺ പീക്കിലെത്തുന്ന പോസ്റ്റ് ഓവുലേഷൻ ഫേസിലാണ്. ദാറ്റ് മീൻസ്
പ്രഗ്നൻസി എൻസ്യൂ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ പോസ്റ്റ് ഓവുലേഷനിൽ പ്രൊജസ്ട്രോൺ കൂടും. അതേപോലെ ഓവുലേഷൻ സമയത്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന FSH and LSH ഇത്തിരി കൂടി നിൽക്കും. എന്നാൽ FSHനെക്കാട്ടും കൂടുതൽ പീക്ക് ഫോം ചെയ്യുന്ന LH ആണ്. ഇതൊരു സിഗ്നലാണ് ഫോർ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ടു റപ്ചർ ടു റിലീസ് ദി ഓവം. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. സപ്പോസ് റിലീസ് ചെയ്ത ഓവം ഫെർട്ടിലൈസ് ആയില്ല, അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഫെർട്ടിലൈസ് ആയില്ലെങ്കിൽ കോർപ്പസ് ലൂറ്റിയം എന്ന് പറഞ്ഞ ടെമ്പററി ഗ്ലാൻഡിൻ്റെ ആവശ്യകത വരുന്നില്ല. അപ്പോൾ കോർപ്പസ് ലൂറ്റിയം ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. യു ക്യാൻ സീ ഈ പിക്ചറിൽ അതിൻ്റെ സൈസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കോർപ്പസ് ലൂറ്റിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ആവും. അപ്പോൾ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യും. എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ ഫേസിലേക്ക് വീണ്ടും എത്തിപ്പെടും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സൈക്കിൾ ഓഫ് മെൻസ്ട്രേഷൻ ബിഗിൻസ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേം ആൻഡ് ഓവം ഒരുമിച്ച് ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. സ്പേമിനൊരു വയബിലിറ്റി പീരീഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇജാക്കുലേഷന് ശേഷം 5 to 6 days വരെ വയബിൾ ആയിരിക്കും. എന്നാൽ ഓവം വെറും 24 hours മാത്രമേ വയബിൾ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ ഇടയിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രഗ്നൻസിയിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.